ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ചക്കപ്പഴം വച്ചിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ചക്കപ്പഴം കേക്ക്. ഇപ്പോൾ ചക്കപ്പഴത്തിൻ്റെ സീസണല്ലേ. ഇത് നമ്മൾ ബീറ്ററൊന്നും യൂസ് ചെയ്യാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയേക്കണത്. മിക്സിയിലാണ് നമ്മൾ ചെയ്യണത്. അത് കാരണം എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഓവൻ്റെ ആവശ്യവും ഇല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചക്കപ്പഴം അരച്ചെടുത്തതാണ്. അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള അളവ് കപ്പളവിനാണെങ്കിൽ 1/2 കപ്പാണ്. ഇതിനി നമുക്കിവിടെ മാറ്റി വെക്കാം. ചക്കപ്പഴം എടുക്കുമ്പോൾ വരിക്ക ചക്കപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അലുമിനിയം പാത്രത്തിൽ കാരമലൈസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇപ്പം ഇളക്കണ്ട, ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. തീ ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ പഞ്ചസാര ചെറുതായിട്ട് മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ നന്നായിട്ടൊന്ന് ചേഞ്ച് ആകണം. ഇനി നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് ആകണം. ഇപ്പം തീ കുറച്ച് വെച്ചാൽ മതി. നമ്മുടെ കാരമൽ കരിഞ്ഞു പോകാൻ പാടില്ല. കാരമൽ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് നമ്മുടെ കേക്കിനെ ബാധിക്കും. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ ഇളക്കി കൊടുക്കുക. കാരമലിൻ്റെ കളറിനനുസരിച്ചാണ് നമ്മുടെ കേക്കിൻ്റെ കളർ വരുന്നത്. ഇപ്പം എന്താ പഞ്ചസാര കാരമൽ അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊന്ന് നീങ്ങി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ചൊന്ന് പൊന്തി വരും. വെള്ളം കുറേശ്ശായിട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെള്ളം ഒരു 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 1/4 കപ്പ് വെള്ളം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ ഇതൊരു 2 മിനിറ്റോളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കേണ്ടത്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. ഇതാ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. ഈ മിക്സി ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, വളരെ ചെറിയ കഷ്ണമാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മൈദയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൻ്റെ അകത്തൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഇതിലേക്ക് 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സ് 3 പ്രാവശ്യം അരിച്ചെടുത്തു. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതാ ഞാനൊരു മിക്സി ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മളിത് ബീറ്റർ യൂസ് ചെയ്തല്ല നമ്മുടെ കേക്ക് ഉണ്ടാക്കണത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ കേക്കാണ്. മിക്സി ബൗൾ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുക്കുക. വെള്ളമായി ഒന്നും കാണാൻ പാടില്ല. നമുക്ക് ഈ മിക്സി ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇപ്പം അതാ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഹൈ സ്പീഡിൽ വെച്ച് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ മിക്സ് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ലോ സ്പീഡിലൊന്ന് കറക്കിയെടുത്താൽ മതി. ഓവറായിട്ട് അങ്ങ് അടിച്ചെടുക്കണ്ട. ഇതാ നമ്മൾ ഓയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഓയിലും അതേപോലെ തന്നെ മുട്ടയുടെ മിക്സൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചില്ലേ, പഞ്ചസാരയും ഒരു ചെറിയ കഷ്ണം പട്ടയും 3 ഗ്രാമ്പും, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു അതേപോലെ തന്നെ പട്ടയും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോൾ അത് പൊടിയാതെ കിടക്കും. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതാ നമ്മൾ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതും നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. ലോ സ്പീഡിൽ കറക്കിയെടുത്താൽ മതി. ഇതാ ഇപ്പം നമ്മൾ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു.
ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ പഞ്ചസാര കാരമൽ ചെയ്തത്. അതിപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാര കാരമൽ ചെയ്തും ഒഴിച്ചു കൊടുത്തു. ഇതും ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇതപ്പോൾ കാരമെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചക്കപ്പഴം അരച്ചതാണ്. 1/2 കപ്പ് ചക്കപ്പഴം അരച്ചത്. ഇതും ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പം അതാ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തു. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമ്മുടെ മൈദയുടെ മിക്സ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. മുഴുവൻ ഇതിലേക്ക് ചേർക്കുന്നതിന് മുമ്പ് 1 ടേബിൾ സ്പൂൺ നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഞാൻ ഈ കേക്കിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. മൈദയുടെ മിക്സിൽ കാഷ്യൂനട്ട് കോട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് 3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കണ്ട, ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മൈദയുടെ മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് നമ്മുടെ മൈദ മിക്സിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മൈദയിൽ മിക്സ് ചെയ്തില്ലെങ്കിൽ കാഷ്യൂനട്ട് എല്ലാം നമ്മുടെ കേക്കിൻ്റെ അടിയിൽ പോയി സെറ്റാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മൈദയുടെ മിക്സിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ബദാമോ അതും അല്ലെങ്കിൽ ബ്ലാക്ക് റേസിൻസോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ട് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ട്രേ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതാ ഞാനൊരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ കേക്ക് ട്രേയിലേക്ക് കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ കേക്ക് ടിന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇതിന്റെ മുകളിലോട്ട് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ കാഷ്യൂനട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യണം. ഞാനിവിടെ ഒരു അലുമിനിയം പാത്രത്തിലാണ് ബേക്ക് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ബേക്ക് ചെയ്യാം. അതും അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ അലുമിനിയം പാത്രം ഞാനൊരു 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിന്റെ അകത്തൊരു റിങ്ങും വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ കേക്ക് ട്രേ വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഒരു 40 തൊട്ട് 45 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ച് കൊടുക്കാം. കേക്ക് റെഡി ആകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഓരോരുത്തർ ഗ്യാസിന്റെ ഫ്ലെയിമിനനുസരിച്ച് ബേക്ക് ആകുന്ന ടൈമിൽ വ്യത്യാസം വരും. ഒരു 30 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയിട്ട് കുത്തി നോക്കുക. ബേക്ക് ആയെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് വെളിയിലെടുത്ത് വെക്കാം. ബേക്ക് ആയില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബേക്ക് ആകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത് ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബേക്കായി ഒന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്കോ മറ്റോ വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിനി ഇത് വെളിയിലെടുത്ത് വെക്കാം. വെളിയിലെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ചൂടാറണം. എന്നിട്ട് വേണം നമുക്ക് ഡീമോൾഡ് ചെയ്യാൻ. ഇപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്യാം. കേക്കിൻ്റെ സൈഡിൽ കൂടെ കത്തി ഒന്ന് ഓടിച്ചു വിടുക. അപ്പോൾ അതാ ഇത്രയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കപ്പഴം കേക്ക്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ, നല്ല സോഫ്റ്റാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.